അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ തന്നെ വേണം. മടുത്തരം പറയാം. നിനക്ക് വാറണ്ട് മാത്രമല്ലടാ, എണ്ണി പഠിക്കാൻ അരികളും തിന്നു പഠിക്കാൻ ഗോതമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്തേ, എടുക്കണ ഫോട്ടോ. നിനക്ക് ഫോട്ടോ എടുക്കണ്ട. കൊറേ കാലായടാ നിന്റെ പ്രേതന്റെ ദേഹത്ത് കൂടിയിട്ട്. നിന്നെ ഞാൻ ശരിക്കും അങ്ങട് വക്കാലത്ത് നാരായണൻകുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ, മറ്റൊരു ചെറിയ പെൺകുട്ടിയെ, അത്രേ ഉള്ളൂ. ഒരു കൊച്ചു സ്ത്രീ പീഡനം. വക്കാലത്ത് നാരായണൻകുട്ടിയുടെ കിന്നാര ക്രൂര കൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പടം പിടിച്ചോടാ. പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പൊതിരച്ചിറ ലൈംഗിക പീഡന കേസിലെ 19 പ്രതികൾ അറസ്റ്റിൽ. പ്രതികളുടെ കൂട്ടത്തിൽ വക്കാലത്ത് നാരായണൻകുട്ടി, പ്രൊഫസർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ഡോക്ടർ ചിന്നസ്വാമി, അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു. നിരന്തരം പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീപീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീ വിശ്വസിക്കണ്ട. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പത്രങ്ങൾക്ക് സത്യമല്ല, സെൻസേഷൻ ന്യൂസാണ് ആവശ്യം. അവരത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ ക്രൂരത എനിക്കില്ലടി. നീ ചെയ്തതോ എന്നെ അറിയിക്കാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിരിക്കുന്നു. നീ ചെയ്തത് ക്രൂരത മാത്രമല്ല, സ്വന്തം തന്തയുടെ വഞ്ചനയുമാണ്. ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. അവൻ തെളിയിക്കട്ടെടി, നിയമപരമായി തന്നെ തെളിയിക്കട്ടെ. നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി നിൽക്കുക. അതിന്റെ ചരട് എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാ അവന്റെ കളി. ഞാൻ അവൻ കുറ്റം ചെയ്തു ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ കേസ് ചാർജ് ചെയ്ത്. അത് സ്ഥാപിക്കാനല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ. ആ ഉത്തരവാദിത്വം എനിക്ക് വേണ്ട അയ്യർ സാർ. നാരായണൻകുട്ടി നിരപരാധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇറ്റ്സ് നോട്ട് യുവർ ഫംഗ്ഷൻ ടു ഡിസൈഡ്, ദാറ്റ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ജഡ്ജ്. പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഒരു മർഡർ കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞുന്നിരിക്കട്ടെ. പ്രതിയുടെ വക്കീൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന് ആരെങ്കിലും പറയുമോ? ഡു ജസ്റ്റിസ് ടു യുവർ പ്രൊഫഷൻ. അയ്യർ സാർ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ എന്റെ മനസാക്ഷി തേങ്കാക്കൊളെ. അത് അവനും വേണമല്ലോ. നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത, സ്നേഹം, വിശ്വാസമൊക്കെ അവൻ നിന്നോടുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. തെറ്റുകൾ തിരുത്തണ്ടേ? ആത്മാർത്ഥ സ്നേഹിതനാണവനെങ്കിൽ അവന്റെ മാരേജ് നിന്റെ അടുത്ത് മറച്ചു വെക്കണോ? മേ ബി ഫോർ എ സർപ്രൈസ്. നാരായണൻകുട്ടിയുടെ മാരേജ്? യെസ്, കല്യാണം, മാരേജ് ഇൻ കംപ്ലൈൻസ് വിത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. എപ്പോ? മനസ്സ് കല്ലാക്ക് മാത്യു. ആസ്ക് കുക്കു. കുക്കു കുര്യൻ? യെസ്. നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞാൽ കുക്കു നാരായണൻകുട്ടി. എന്താണ് പേര്? നാരായണൻകുട്ടി. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? അതെ. താങ്കൾ IPC 366A, 367 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. IPC 366A എന്താണെന്ന് അറിയാം. എന്താണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ്. വക്കാലത്ത് നാരായണൻകുട്ടി പൊതുകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 53. ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തികേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ്? അല്ല, സ്നേഹമാണ്. ആണ്.
താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ, അതോ തലോടുകയാണോ, അതോ കെട്ടിപ്പിടിക്കുകയാണോ, അതോ ഇത് മൂന്നും കൂടിയാണോ? അത് കുട്ടിയുടെ പ്രായം, ബന്ധം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഘടകങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 5 വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ്? ആണ്. 13 വയസ്സുകാരി കുട്ടിയാണ്. 13 വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ. ഇവരോട് എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബലാത്സംഗം ചെയ്ത് ശരിയല്ലേ? ഇല്ല. അവളുടെ വയസ്സെത്ര? എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. അന്നേ ദിവസം നിങ്ങൾ മദ്യപിച്ചിരുന്നുകൊണ്ട് പരിസരബോധം മറന്നിരുന്നു. മാത്യു ദാ, നീ എന്നത് എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ബോധമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ. അപ്പോൾ ബോധത്തോടു കൂടിയായിരുന്നു ബലാത്സംഗം അല്ലേ? മാത്യു, എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തതാ. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ? അറിയില്ല. മുൻ പരിചയമില്ലാത്ത നിങ്ങളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവ്വം കരുതേച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ പെൺകുട്ടി നൽകിയ മൊഴി സത്യമാണ്? സത്യമല്ല, സത്യമല്ല, സത്യമല്ല. വീട്ടിലേക്കല്ലേ? അമ്മയെ അനിയത്തിയൊക്കെ നമുക്ക് ഓഫീസിലേക്ക് പോവാം. നാരായണൻകുട്ടി, നിന്നെ ആരോ കുടുക്കിയതാ. അത് നിന്റെ അമ്മയ്ക്കും സിസ്റ്റർക്കും മനസ്സിലാവും. എനിക്കറിയാം. മാത്യു പോലും നിന്റെ അമ്മ അവന്റെ കാല് പിടിച്ചതാ നിന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ. പ്രതിക്കെതിരായിട്ട് വാദിക്കേണ്ടവനല്ലേ? ജോലിയേക്കാൾ വലുതല്ലല്ലോ ഞാൻ. നന്ദി കേട്. അവനിപ്പോ നിവർന്നു നിൽക്കുന്നതന്നെ അയ്യരുടെ നട്ടലിന്റെ ബലത്തിലാ. സാരമില്ലടാ, നീ വന്നില്ല എന്നെ ജാമ്യത്തിലിറക്കാൻ. ഈ കടപ്പാട്. നാരായണ, സ്നേഹം അളക്കരുത്. അതിനുള്ള മീറ്റർ ദൂരാൻ കണ്ടുപിടിച്ചിട്ടില്ല. നാരായണൻകുട്ടി ഓഫീസിൽ വരുന്നതിനോ ജോലി എടുക്കുന്നതിനോ വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എന്നാലും എന്താണ് സാർ ഒരു എന്നാലും? തന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കുറച്ചു കാലത്തേക്ക് കേസ് തീരുന്നവരെ ലീവ് എടുക്കുന്നതല്ലേ നല്ലത്? അല്ല സാർ, അത് നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. മാനഭംഗ കേസിലെ പ്രതിയെ ഒറ്റപ്പെടുത്തുക. മാനഭംഗ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. ഈ ഗുലാബ് സിന്ദാബാദ്. നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. ഈ ഗുലാബ് സിന്ദാബാദ്. നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. സ്വന്തം മോനെ പോലെയാ നിന്നെ ഞാൻ കണ്ട്. കണ്ണി ചോരയില്ലാത്തവനെ, നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? വൃത്തികെട്ടവനെ, ഇപ്പൊ ഇവിടെ നിറഞ്ഞിക്കോണം കുടുംബസമേതം. എനിക്കിങ്ങനെ ഒരു മോൻ വേണ്ട. അമ്മ, എന്റേത് ഒരു ചെറിയ വീടാ. നമുക്കെല്ലാവർക്കും കൂടെ അവിടെ Excuse me. ഹലോ. ആ എപ്പോ? ഓ, ഞാൻ വിളിച്ചോളാം. ശരി, താങ്ക് യു.
യെസ്, ആരാ? ആരാണെന്ന്? എന്താ എന്താ നാരായണൻകുട്ടി? ഇവനെല്ലാം പറയും സാറേ. നാരായണൻ പോറ്റിയെ നാരായണൻകുട്ടിയാക്കിയ കഥ പറയണം. ഞാനെല്ലാം പറയാം സാർ. പോലീസ് ക്ലബിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുട്ടത്ത് ആക്രമണം ഉണ്ടായത്. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അവരൊരു 5-8 പേരുണ്ടായിരുന്നു. കൂടെ നാരായണൻകുട്ടിയും. ശ്രീപീഡന കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ നാരായണൻകുട്ടിയുടെ പേര് ഞാനാണ് എഴുതി ചേർത്തതെന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് അവന്മാർ ആവശ്യപ്പെട്ടു. അവര് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് അവരെന്നെ ഇടവും വലവും നോക്കാതെ മാരകമായി എടുത്തിട്ട് പെരുമാറി. യു മേ പ്രൊസീഡ്. 4-ാം പ്രതിയായ നാരായണൻകുട്ടി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI ചന്ദ്രനെ മർദ്ദിച്ച് അവശനാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് നേരിട്ട് അറിവുള്ളതാണല്ലോ. SI ചന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ക്രിമിനൽ കുറ്റം മറച്ചു പിടിക്കാൻ മറ്റൊരു ക്രിമിനൽ കുറ്റം കൂടി ചെയ്ത ഈ പ്രതിയുടെ കുറ്റവാസന ഈ മർദ്ദനം കൊണ്ട് തന്നെ നേരിട്ട് വ്യക്തമാകും. പോലീസുകാരനെ മർദ്ദിച്ചതിന് മറ്റൊരു കേസും കൂടെ പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നു. IPC 326 പ്രകാരം. സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് എത്ര കാലമായി? 5 വർഷത്തോളമായി. നാരായണൻകുട്ടി മുറിയെടുത്ത സമയത്ത് നിങ്ങളായിരുന്നു ഡ്യൂട്ടി? അതെ. ഒറ്റയ്ക്കായിരുന്നു മുറിയെടുത്തത്? കൂടെ 2 ആണുങ്ങളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അറിയും? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഭവം നടന്ന ദിവസം നിങ്ങൾ ആ ഹോട്ടലിൽ എന്തിനു പോയി? ഞാനും എന്റെ സുഹൃത്ത് ശങ്കരൻകുട്ടിയും കൂടി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക്? അതെ. നാരായണൻകുട്ടി അവിടെ വന്നിരുന്നു? എന്തുകൊണ്ടാണ് സഹപ്രവർത്തകനെ കണ്ടിട്ടും സംസാരിക്കാതിരുന്നത്? അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു. ഒപ്പം ഒരു ചെറിയ പെൺകുട്ടിയും മറ്റു 2 പേരും. ശങ്കർ യൂണിയൻ ലീഡർ ആണല്ലേ? അതെ. താങ്കൾ അന്ന് രാത്രി മിസ്റ്റർ അലവിയോടൊപ്പം ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? സ്റ്റാർലൈറ്റ് ഹോട്ടൽ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിലെ പ്രതിയാണ്, അറിയാമല്ലോ? അറിയാം. സംഭവം നടന്ന ദിവസം നിങ്ങളോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നു? മുഹമ്മദ് ഖാനും വക്കാലത്ത് നാരായണൻകുട്ടിയും. പൊതുജന സമ്മതിയുള്ള വക്കാലത്ത് നാരായണൻകുട്ടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭയമുണ്ടായിരുന്നില്ല? ഇല്ല. വക്കാലത്ത് നാരായണൻകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഭവം പിടിക്കപ്പെടില്ല എന്ന് കരുതി. നിങ്ങളന്ന് മദ്യപിച്ചിരുന്നു? മദ്യപിച്ചിരുന്നു. വക്കാലത്ത് നാരായണൻകുട്ടിയോ? അയാളും മദ്യപിച്ചിരുന്നു. എത്ര മണിക്കാണ് സംഭവം നടന്നത്? രാത്രി 12 മണി കഴിഞ്ഞ്. എങ്ങനെ ഇത്ര കൃത്യമായി പറയുന്നു? സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച സ്റ്റാർലൈറ്റ് ഹോട്ടലിലേക്ക് പോയത്. നിങ്ങൾ സിനിമയ്ക്ക് പോയി? അതെ. ഏത് സിനിമ? ടൈറ്റാനിക്. സിനിമയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു? കാരണം ഈ ചിത്രം റിലീസ് ചെയ്ത ദിവസമായിരുന്നു അന്ന്. അതായത് ഈ ജനുവരി 31. അതെ.